അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി രാത്രി 2 മണിക്ക് മുടി വെട്ടി. വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ മുടി ഇതുപോലെ പ്രൊഫഷണലായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവമായിരുന്നു ഇത്. ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അമ്മയുടെ ഒരു അവസ്ഥയാണിത്. ടിൻ ഡെലിവറി കഴിഞ്ഞ ശേഷം നന്നായി ഹെയർ ലോസ് ഉണ്ട്. തിക്കൊക്കെ നല്ല രീതിയിൽ പോയി. അത്യാവശ്യം വൈറ്റമിൻ ടാബ്സും ഫുഡൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടും അതുകൊണ്ടൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിൻ ബേബീസിൻ്റെ ഫീഡിങ് തന്നെയാണ്. ഏകദേശം 2.5 വയസ്സായിട്ട് ഒരു ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ഹെയറിനെയൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബോഡി ട്രാൻസ്ഫോർമേഷൻ, അതായത് ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഹെയർ മേക്ക് ഓവർ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് ഹെയർ മേക്ക് ഓവറേ അല്ല. ഇത് കണ്ടില്ലേ, രാത്രി 2 മണിക്ക് ഇരുന്ന് ഇവർ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാത്രി ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതാണ് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് നല്ലതെന്ന് എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടികളെ നോക്കാൻ വേറെ ആരുമില്ല. പുള്ളി രാവിലെ വർക്കിന് പോകും. അപ്പോൾ രാത്രി എനിക്ക് വളരെയധികം കംഫർട്ടായിട്ട് തോന്നി. പുള്ളി കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്തത് ആദ്യമാണ്, മൂത്ത ആളാണ്. കുടുംബം അടക്കിയാണ് ഞങ്ങൾ പോയത്. എറണാകുളത്തായത് കാരണം ഇങ്ങനെയൊരു സൗകര്യം ലഭിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹെയർ അയച്ചിട്ട് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം അത്രയധികം എൻ്റെ ഹെയർ വൃത്തികേടായിരുന്നു. ഹെയർ കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മോഹം ഉപേക്ഷിച്ചു. സമയം എടുത്തോ? അവസ്ഥയോ അങ്ങനെ നമ്മൾ ഏകദേശം രാത്രി 2 മണിക്ക് ശേഷം മുടിയെട്ടി വീട്ടിലേക്ക് തിരിച്ചു പോണു. അല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. രാത്രി 2 മണിക്കൊക്കെ പോയിട്ട് മുടി വെട്ടുക പറഞ്ഞാൽ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കിതൊരു എക്സ്പീരിയൻസ് ഇഷ്ടമായ പ്രാവശ്യം ഉണ്ടായിരുന്നു. റെക്കോർഡായില്ല. നമ്മൾ എറണാകുളത്ത് വന്ന ശേഷം എറണാകുളത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടുള്ളൂ. പാലക്കാട് 8 മണിക്ക് കടകൾ അടയ്ക്കും. 10 നമ്മൾ അപ്പോളയിലും ആദ്യം ഒരു സാധനം വാങ്ങാൻ വിട്ടിരിക്കുക, കൂരാക്കൂരിട്ടത്ത്. അങ്ങനെ ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ്. ശുണ്ടിരിയായോ? ഈ മുടിയോ ഇഷ്ടം? കുഞ്ഞിനോ നേരത്തെ മുടിയായിരുന്നു ഇഷ്ടം? ശുണ്ടിരിയായ മമ്മ? ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മുടി വെട്ടിയ ശേഷമുള്ള ചെറിയൊരു സന്തോഷ പ്രകടനം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രഹസനം, അങ്ങനെ വേണമെങ്കിലും പറയാം. ഏകദേശം ഒരു 3-3.5 വർഷത്തോളം, അതായത് ട്വിൻ പ്രഗ്നൻസി മുതൽ പ്രഗ്നൻസിക്ക് ശേഷം 2-2.5 വർഷം, അങ്ങനെ ഒരു 3-3.5 വർഷക്കാലയോളം എൻ്റെ മുടിക്ക് ഞാൻ യാതൊരു രീതിയിലെ കെയറിങ്ങും കൊടുത്തിരുന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ എന്നൊരു സാധനം ഞാൻ തേക്കാറില്ലായിരുന്നു. മുടി മര്യാദയ്ക്ക് ചീകാറില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഈ 3-3.5 വർഷക്കാലത്തോളം. ആദ്യത്തെ 2 പ്രഗ്നൻസിയിലും എൻ്റെ ഹെയറിന് ഒരു കുഴപ്പവും വന്നിരുന്നില്ല. ഡെലിവറിക്ക് ശേഷവും എൻ്റെ ഹെയർ നല്ല രീതിയിൽ തന്നെ പ്രഗ്നൻസിയിലുള്ളതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ മുടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഹെയർ ലോസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്വിൻ പ്രഗ്നൻസിക്ക് ശേഷം, അതായത് ട്വിൻ ഡെലിവറിക്ക് ശേഷമാണ് കൂടുതൽ ഹെയർ ലോസും പ്രശ്നങ്ങളൊക്കെ വന്നത്. അത് മൾട്ടിപ്പിൾ ബേബീസ് ആയതുകൊണ്ടും ഫീഡിങ് ചെയ്യുന്നത് കൊണ്ടുമാണ്. നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ ചെയ്യുന്നത്. 2.5 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് എനിക്ക് അത്തരത്തിലൊരു അവസ്ഥ വന്നത്. ടിൻ പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ സത്യം പറഞ്ഞാൽ വളരെയധികം വയ്യാണ്ടായി. അപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിൽ ഞാൻ ഹെയർ കെയറിങ് ഒന്നും ചെയ്യാതായി. പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം കയ്യിൽ നിന്ന് പോയ ദിവസങ്ങളായിരുന്നു. പലപ്പോഴും പല ദിവസങ്ങളിലും കുളിക്കാതെ പല്ല് തേക്കാതെയൊക്കെ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത്രയ്ക്കും അധികം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു 2 കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള എൻ്റെ ഒരു മുമ്പോട്ടുള്ള ജേണി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെ ഞാൻ ആ ദിവസങ്ങളൊക്കെ ഓവർകം ചെയ്തു എന്ന് ആലോചിച്ച്. പിന്നെ ഇനി ഇവർ കുറച്ചും കൂടെ വലുതായ ശേഷം പതിയെ ഹെയർ കെയറിലേക്കൊക്കെ പഴയ പോലെ തിരിച്ചു വരണം. ഇവർ വന്ന ശേഷം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇവർ ഒന്ന് ഡേ കെയറിലോട്ട് അംഗനവാടിയിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ട് വേണം പതിയെ ഇനി ആ ഒരു റുട്ടീനിലോട്ട് എനിക്ക് തിരിച്ചു വരാൻ. കുറച്ച് ടിപ്സ് ഞാൻ പങ്കുവയ്ക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനോ കമൻറ്റ് ബോക്സോ ചെക്ക് ചെയ്യുക കേട്ടോ.